ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുക്കിങ്ങിന് നമ്മുടെ അവന്തിയെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ അവളെ പഠിപ്പിക്കുകയും കൂടിയാണ് കേട്ടോ. ഓരോ പച്ചക്കറി എടുത്ത് തുറന്നിട്ട് അതിൻ്റെ പേരെന്താണെന്നും കൂടി പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കയ്യിലുള്ള അതിൻ്റെ പേരെന്താ? ടൊമാറ്റോ. എന്താ ഇംഗ്ലീഷ് പറയാ? ലേഡീസ് ഫിംഗർ. അപ്പോൾ ഇന്ന് കയ്പ വെച്ചൊരു കറി ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മൾ കയ്പ പച്ചക്കറി കടയിൽ നിന്ന് കൊണ്ടുവന്ന ഉടനെ കവറിൽ വെച്ചിട്ട് അതിന് നിറവ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇന്നൊരു കറി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവന്തി തന്നെ അത് കഴുകി കൊടുന്ന് അവൾ തന്നെയാണ് ഒക്കെ അരിഞ്ഞു വെക്കുന്നത്. അപ്പോഴേക്കും ഞാൻ തേങ്ങയൊക്കെ ചിരകി മിക്സിയിലിട്ട് അരച്ചു. പെട്ടെന്ന് കറണ്ട് പോയാലോ വിചാരിച്ചു. അങ്ങനെ കയ്പയും തക്കാളിയൊക്കെ അവൾ തന്നെ അരിഞ്ഞ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ അരിയുന്നത് കാണുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആൾ ചെയ്യുന്ന പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കുട്ടിയാകുമ്പോൾ തന്നെ കുക്കിങ്ങിനോടൊക്കെ നല്ല താല്പര്യമുള്ള ഒരാളാണ്. നമ്മൾ കുക്കിങ്ങൊക്കെ ചെയ്യുമ്പോഴേക്കും അവൾ വരും, അമ്മ ഞാൻ അരിഞ്ഞോളാം എന്ന് പറഞ്ഞിട്ടൊരു കത്തി എടുത്തുകൊണ്ട്. അടുത്തത് കാടമുട്ട വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മതിയാണ്. അപ്പോൾ അതെല്ലാം അവൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ എന്നെ ഒന്നും അവിടെ വെയിറ്റ് ചെയ്യണില്ല. ഓരോന്നെടുത്ത് പൊട്ടിച്ച് പാത്രത്തിൽ ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്പക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ച് കുറഞ്ഞു പോയിട്ടോ. പിന്നെ അവന്തേക്കാണെങ്കിൽ കുട്ടിക്കാലത്ത് തന്നെ കുക്കിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ചെറുതാകുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്കും അടുക്കളയ്ക്ക് വരും, ഞാൻ ചെയ്തോളാം അമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇന്നും വന്നിട്ടുള്ളത്. അപ്പോൾ അവൾക്ക് വേണ്ടതൊക്കെ അവൾ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞ് കാടുമുട്ട എടുത്ത് പൊട്ടിച്ച് വാർന്ന് ഓംലേറ്റ് ആക്കി. ഇനി 2-3 ഉള്ളത് അത് വേറൊരു പാത്രത്തിലൊഴിച്ചു സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുകയാണ് അവൾ. എന്നിട്ട് അത് അവളുടെ പ്ലേറ്റ്, ഒരു മാങ്ങ മോഡലുള്ള ഒരു പ്ലേറ്റ് ഉണ്ട്, അത് തന്നെ ഇട്ട് തരണമെന്ന് പറഞ്ഞ് അവൾ തന്നെ അതൊക്കെ സെറ്റാക്കി. വീണ്ടും കാടമുട്ട പൊട്ടിച്ചൊഴിക്കുക തന്നെയാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് പൊട്ടിച്ചൊഴിച്ചു. ഓംലേറ്റ് ആയിട്ടും ചിക്കി പൊരിച്ചിട്ടൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ളതൊക്കെ അവൾ തന്നെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക അരിഞ്ഞ് വെച്ചിട്ട് അത് മെഴുക്ക് പുരട്ടി പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഒത്തിരി മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് അവൾ തന്നെയാണ് സെറ്റാക്കി വെച്ചത്. അങ്ങനെ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള വെണ്ടയ്ക്ക തോരനും കാടമുട്ടയും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഈ ചെറിയ കുക്കിംഗ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം.